റോസ്റ്റ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കുറച്ച് സ്പൈസസ് മാത്രം ചേർത്ത് അധികം മസാലക്കൂട്ടുകളൊന്നുമില്ലാതെ ഇന്ന് ഒരു ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാം. ആദ്യം നമുക്ക് 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. വേണ്ടത് 3 സവാള ഇങ്ങനെ നീളത്തിലരിഞ്ഞ് അത് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ കളർ ആവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെമ്മീനിയിലേക്ക് മസാല തയ്യാറാക്കണം. അതിന് ഞാനിവിടെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തതാണ് ഇരിക്കുന്നത്. ഇത് 4-5 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇനി ഒരു പാനിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സവാള വറുത്ത എണ്ണയാണ്, അത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെമ്മീൻ ഓരോന്നായി നമുക്ക് എടുത്ത് വയ്ക്കാം. മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വേണം ചെമ്മീൻ എടുത്ത് വയ്ക്കാൻ. ഓവർ കുക്കായാൽ ചെമ്മീൻ റബ്ബർ പോലെയാകും. ചെമ്മീൻ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിടാം. ചെമ്മീനായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി വേറൊരു പാനിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ആദ്യം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണ ബാലൻസ് ഉള്ളത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നന്നായി ഒന്ന് വഴന്ന് വരാൻ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
ഇനി സവാള വറുത്ത് വെച്ച കുറച്ച് ഇതിലേക്ക് ചേർക്കാം. പുതിന ഇല അല്പം ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അടുത്തതായിട്ട് ഒരു പാനിയിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് അതിലേക്ക് 2 കഷ്ണം പട്ട, 5 ഏലക്കായ, 7 ഗ്രാമ്പു, തക്കോലം, വഴനയില ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 3 കപ്പ് ബസ്മതി റൈസ് കഴുകി വെള്ളം വാർന്ന് വെച്ചതാണ് ഇതിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരു ചെറിയ പാത്രമായതുകൊണ്ട് ഞാനിത് കുറച്ചുകൂടി വലിയ പാത്രത്തിലോട്ട് മാറ്റുവാണ് കേട്ടോ. ഇനി 3 കപ്പ് അരിക്ക് 5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിലേക്ക് ആക്കി ഒരു 10 മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് മൂടി വയ്ക്കാം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ടോ ഒന്ന് തുറന്ന് നോക്കാം. റൈസ് വെള്ളമെല്ലാം വറ്റി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദം ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ആദ്യം നമ്മൾ വഴറ്റി വെച്ച ചെമ്മീനിൻ്റെ മുകളിലോട്ട് റൈസ് ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. വിതറി ഇട്ട് കൊടുക്കുക. റൈസ് ഒരിക്കലും ഒതുക്കരുത്, വിതറി ഇട്ട് കൊടുക്കണം. ഫ്രൈ ചെയ്ത സവാള മീതെ ഇട്ട് കൊടുക്കാം. അതുപോലെ പുതിന ഇല, മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ബാക്കിയുള്ള റൈസ് എല്ലാം ഇതുപോലെ വിതറിയിടുക. ഇനി ഫ്രൈ ചെയ്ത സവാള ബാക്കി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പുതിനയില, മല്ലിയില എല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് 10 മിനിറ്റ് സമയത്തേക്ക് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് പിന്നെ ഒരു 10 മിനിറ്റോട് കൂടി കഴിഞ്ഞിട്ട് മതി നമ്മൾ മൂടി തുറന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും. റൈസ് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. നല്ല മസാലയുടെ മണം എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ സാലഡ്, അച്ചാർ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഈ പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.